കാര്യത്തിൽ DGPയോട് വിശദാംശങ്ങൾ തേടി. നമ്മൾ പിന്നെയും ഗണേഷ് കുമാറുമായി ബന്ധപ്പെട്ട വാർത്തകളിലേക്ക് അപ്ഡേറ്റുകൾ വന്നുകൊണ്ടിരിക്കുക. അതെ, ഗണേഷ് കുമാറിന്റെ രാജിയാണ് മുന്നണിക്ക് ഉചിതമെന്ന നിലപാടുമായി ഘടകകക്ഷികൾ. മുഖ്യമന്ത്രിയെ നിലപാട് അറിയിച്ചു. അതിനിടെ ഗണേഷ് കുമാറിനെതിരായ ആരോപണങ്ങളിൽ വിവരങ്ങൾ തേടി മുഖ്യമന്ത്രി. ഭാര്യ 112 വിളിച്ച കാര്യത്തിൽ DGPയോട് വിശദാംശങ്ങൾ തേടി. ദീപു രേവതിയും അരുൺ സിംഗും വാർത്തയുടെ വിവരങ്ങൾ നൽകും. ആദ്യം ദീപുവിലേക്ക് പോവുകയാണ്. ദീപു, ഘടകകക്ഷികൾക്കിടയിൽ തന്നെ ഗണേഷിനെതിരെ എതിർപ്പുയർന്നു വരികയാണ്. ഇന്നലെ CPIക്ക് ആ രീതിയിൽ എതിർപ്പുണ്ട്, അത് മുന്നണിയെ അറിയിച്ചു എന്ന സൂചനകൾ ഇന്നലെ തന്നെ നമ്മൾ കേട്ടിരുന്നു. CPIക്ക് അപ്പുറം മറ്റു പാർട്ടികളും ഇതേപോലെ എതിർപ്പ്. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു വാർത്ത ശരിയാണെങ്കിൽ, അതായത് ഇപ്പോഴും മുഖ്യമന്ത്രി അതിന് വിശദീകരണം ചോദിച്ചു എന്നാണ്. അതായത് ഗണേഷ് കുമാറിന്റെ ഭാര്യയോട് മാപ്പ് പറഞ്ഞിട്ടും വലിയ ഗുണമൊന്നുമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും സ്ട്രോങ് ആയിട്ട് തന്നെയാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. കാരണം എന്താ വെച്ചാൽ എല്ലാ ജനങ്ങൾക്കും അറിയുന്ന കാര്യമില്ല. ഇനി എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഇന്നലെ അവരെന്തിനാണ് ഇങ്ങനെ ഒരു ന്യൂസ് ചാനലിൽ വിളിച്ച് പറഞ്ഞത്? അവരങ്ങനെ ഒരു കുറഞ്ഞ ആളൊന്നല്ല. ബിന്ദു മേനോൻ എന്ന് പറയുന്നത് തന്നെ എന്ന് പറഞ്ഞാൽ ഏഷ്യാനെറ്റിന്റെ മിഡിൽ ഈസ്റ്റിലെ വലിയ ഒരു ഓഫീസർ തന്നെയാണ്. നല്ല സാമ്പത്തിക ശേഷി അവരൊക്കെ ഉള്ളതാണ്. വലിയ വലിയ ടീമുകളാണ് ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പറയണമെങ്കിൽ അത്രയും സഹിച്ചിട്ടായിരിക്കൂലേ. അപ്പൊ ഇന്ന് വന്ന് പറയുകയാണ്, ഞാൻ അങ്ങനെ പറഞ്ഞത് തെറ്റായിപ്പോയി, ഗണേഷ് എന്നോട് വിളിച്ച് മാപ്പ് പറഞ്ഞു, ഞങ്ങൾ തമ്മിലുള്ള കുടുംബ പ്രശ്നം ഞങ്ങൾ തീർത്തോളാം എന്ന് പറയുന്നത് തന്നെ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മന്ത്രിസ്ഥാനം അവിടെ നിലനിർത്താൻ വേണ്ടിയിട്ട് മാത്രമാണ്. പക്ഷെ ഗണേഷിനെ പോലെയുള്ള ഒരാളോട് എനിക്ക് പറയാനുള്ളത്, താങ്കൾ രണ്ടാമത്തെ വിവാഹമാണ്. ഇനിയെങ്കിലും താങ്കൾ ഒരു കാര്യം മനസ്സിലാക്കണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വിവാഹ ജീവിതം കൊണ്ടുപോകാൻ കഴിയില്ലെങ്കിൽ മന്ത്രിസ്ഥാനമാണ് വേണ്ടതെങ്കിൽ താങ്കൾ ഇനിയും തന്നെ ഇതിന് നിൽക്കരുത്. അതുകൊണ്ട് തന്നെ എന്താണ് വേണ്ടത് വെച്ചാൽ ഇപ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ അവരുമായിട്ടുള്ള ബന്ധം പിരിഞ്ഞ് ഒറ്റയ്ക്ക് താമസിക്കാം, അതല്ലേ നല്ലത്. എന്തിനിങ്ങനെ ഒരു ഭാര്യ എന്നുള്ള നിലയിൽ അവർക്ക് ആ ഒരു ജീവിതം അവർ വിചാരിച്ച് കൊടുക്കാനും കഴിയില്ല. പിന്നീട് എന്തിനാണ് ഇങ്ങനെ ഒരു വിഷമത്തിൽ കൊണ്ടെത്തിക്കുന്നത്? ഏതായാലും നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇപ്പോഴും നല്ലൊരു തീരുമാനത്തിലേക്ക് എത്തും എന്നാണ് അറിയില്ല. നമ്മളിപ്പോൾ വാർത്തകൾ ഇങ്ങനെ വരുന്നുണ്ട്. നമ്മളെല്ലാവരും കാത്തിരിക്കുക വാർത്തകൾക്ക് തന്നെയാണ്. ആ വാർത്തകളിൽ വരുന്ന എന്താ വെച്ചാൽ മുഖ്യമന്ത്രി വിശദീകരണം തേടിയിട്ടുണ്ട്. അതായത് ഗണേഷ് കുമാറിന്റെ മാപ്പോ കാര്യമോ ഇതൊന്നും അല്ല പ്രധാനപ്പെട്ട തന്നെ ജനങ്ങൾ തന്നെയാണ്. അപ്പോൾ മുഖ്യമന്ത്രി വിശദീകരണം തേടിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് പോലീസ് അവിടെ പോയിട്ട് പരാതി എടുക്കാതെ അവരുടെ പരാതിയെ പറ്റി അന്വേഷിക്കാഞ്ഞത്? അത് മാത്രവുമല്ല, ഇന്നലെ ഇത്രയും പ്രശ്നങ്ങൾ നടന്നിട്ടും ഇത് കണ്ടില്ല എന്ന് അടിക്കാൻ ഒരാൾക്കും കഴിയില്ലടോ. കാരണം എന്തിനാണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞത് ഈ ലോകത്ത് വേറെ ആളില്ലാതെയൊന്നും അല്ലല്ലോ. ഇപ്പൊ ഗണേഷ് കുമാറിന്റെ പാർട്ടിക്കായാലും വേറെ ആൾക്കാരെല്ലാം ഉണ്ടാവില്ലേ, അവർക്ക് കൊടുക്കുക. അത്രയും എന്തിനാ ഇങ്ങനെ? നമ്മളൊരു പൊതുപ്രവർത്തകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാം കൊണ്ടും നല്ലവനായിരിക്കണം. ഇപ്പൊ ഇതിന്റെ ഇടയിൽ കുറെ ആൾക്കാർ പറയുന്നുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിലായാലും അതുപോലെ തന്നെ ശശി ആയിക്കഴിഞ്ഞാലും ഗണേശൻ ആയിക്കഴിഞ്ഞാലും ഇമാതിരി തോന്നിവാസങ്ങൾ കളിക്കുന്നുണ്ടെങ്കിൽ അവരൊരിക്കലും MLA MP ഒന്നും ആയിരിക്കാൻ ഒരു യോഗ്യനല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ജനങ്ങളെ പരിഹസിക്കലാണ്. ഇന്നലെ ഇപ്പോഴും നല്ല ഗണേഷ് കുമാർ പറഞ്ഞ് എനിക്ക് 5000 പ്രണയമുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്ത്രീ സമൂഹത്തിന് തന്നെയാണ് അത് നാണക്കേട്. ആരെങ്കിലും കണക്കൂട്ടോ? ഇപ്പൊ ഭർത്താവിന് 500 പ്രണയമുണ്ട് എന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും ഒരു സ്ത്രീ അവിടെ നിൽക്കോടോ? നിങ്ങളൊന്നും പറയാറുണ്ട്. എന്നിട്ട് ഇവിടെ ആരും മിണ്ടുന്നില്ല. അതാണ് എവിടെ പോയി നമ്മുടെ മഹിളാ രത്നങ്ങൾ എവിടെ പോയി എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. കാരണം ഇത്രയും പ്രണയങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് പച്ചക്കൊരുത്ത് ആക്ഷേപിക്കുകയാണ്. എന്നിട്ട് പോലും ഒരാൾ പോലും അതിനെതിരെ പ്രതികരിക്കാനില്ലെങ്കിൽ പിന്നെ എന്തോന്നല്ലേ ഇത്? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ആരെയാ പേടിച്ചു വെക്കേണ്ടത്? ഇനിയും തന്നെ പേടിച്ചു വെച്ചിട്ട് എന്ത് കാര്യമാണ്? ഗണേശൻ പോയി കഴിഞ്ഞാൽ ഇപ്പൊ ഭരണം കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുവായിരുന്നു, ഉറപ്പാണ്. ഇനിയിപ്പോ എങ്ങനെയാ ഭരണം മാറ്റുന്നൊന്നും പറയാൻ പറ്റൂലേ. ഗണേശൻ ഉള്ളത് കൊണ്ട് മാത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ കൂടുതൽ അബദ്ധങ്ങളേ ഉണ്ടാവുള്ളൂ. അത്രേ എനിക്ക് പറയാനുള്ളൂ. അല്ലാതെ എന്ന് പറഞ്ഞ് എന്തിനിങ്ങനെ, ഞാൻ പറഞ്ഞില്ലേ തൂറിയോന് താങ്ങിക്കഴിഞ്ഞാൽ ഈ ചുമന്നോൻ തന്നെ നാറുന്നു എന്ന് പറഞ്ഞ പോലെയാണ്. കാരണം അവനെയൊക്കെ എന്ന് പറഞ്ഞ് ഈ താങ്ങി നിർത്തുമ്പോൾ നമ്മളെല്ലാവരും ആലോചിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് തന്നെയാണ് നാണക്കേട്. ഇപ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ ഈ ഉമ്മൻചാണ്ടി മന്ത്രിസഭ ഏറ്റവും കൂടുതൽ നാറിയത് ഗണേശന്റെ ആ ഒരു പ്രശ്നം കൊണ്ട് തന്നെയാണ് കൂടുതൽ. കാരണം വെച്ചാൽ ഗണേശൻ എന്തൊക്കെ പ്രശ്നങ്ങളായിരുന്നു ഭഗവാനെ. അന്ന് കണ്ടില്ലേ, നമ്മളെ നികുതി പണത്തോണ്ടാണ് ഇവർ ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്ന പണമാണ്. നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്ന പണത്തോണ്ട് പെട്രോൾ അടിച്ച് പോയിട്ടാണ് ഇമാതിരി തോന്നിവാസങ്ങളെല്ലാം കാണിക്കുന്നത്. അപ്പോൾ വിഷമം ഉണ്ടാവില്ലല്ലോ, ജനങ്ങൾക്ക് വിഷമം ഉണ്ടാവില്ലേ? അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ചോദിക്കുമായിരുന്നു എങ്ങനെയാണോ ഗണേശൻ പത്തനാപുരത്ത് ജയിച്ചതെന്നൊക്കെ ചോദിക്കും. അതൊക്കെ ഞാൻ പറഞ്ഞല്ലോ. പത്തനാപുരം എന്ന് പറഞ്ഞാൽ ഒരാളുടെ മണ്ഡലം മാത്രമല്ല, വിട്ടുകൊടുക്കുക. ഇനി ഗണേശൻ തന്നെ ജയിക്കുന്നുണ്ടെങ്കിൽ ജയിക്കട്ടെ, നമുക്കെന്തെന്ന് ആർക്കെന്തെന്ന്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയും, ഈ മന്ത്രിസഭയിലൊക്കെ ഇരുന്നിട്ട് ജനപ്രതിനിധി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണിക്കുമ്പോൾ വളരെയധികം വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്നതല്ല അത്. എന്നെങ്ങനെ അംഗീകരിക്കാൻ കഴിയും? അയാളുടെ ഭാര്യ തന്നെ പറയുന്ന കാര്യം കേട്ടില്ല. ഇങ്ങനെ ഏതെങ്കിലും ഭാര്യ സമ്മതിക്കോ? കേരളത്തിലെ ഏതെങ്കിലും ഭാര്യ സമ്മതിക്കോ? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്ത്രീ എന്തിനാണ് ഇന്നലെ ഇതൊക്കെ വിളിച്ചു പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല.
ആർക്ക് വേണ്ടിയിട്ടാണ് വിളിച്ചു പറഞ്ഞത്? ഇന്ന് പറയുകയാണ് ഞങ്ങൾ കുടുംബ പ്രശ്നമാണ്, അത് ഞങ്ങൾ തീർത്തോളാമെന്ന്. അതായത് മന്ത്രിസ്ഥാനം പോകാൻ പാടില്ല, അത്ര മാത്രമേ ഉള്ളൂ. ഞാൻ അള്ളിപ്പിടിച്ചിരിക്കും എന്നാണ്. മന്ത്രിസ്ഥാനം എന്ന് പറഞ്ഞാൽ ജനങ്ങൾ കൊടുക്കുന്നതാണ്, അല്ലാതെ ഇതാരും കൊടുക്കുന്നതല്ല. ജനങ്ങൾ കൊടുക്കുന്നതല്ലേ മന്ത്രിസ്ഥാനം. അതിങ്ങനെ അള്ളിപ്പിടിച്ചിരിക്കാൻ കഴിയില്ല. അത് ജനങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്ന് ഒഴിഞ്ഞു പോകേണ്ടി വരും, അത് ഉറപ്പാണ്. ജനങ്ങൾ വേണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുന്ന് ഒഴിഞ്ഞു പോയേ മതിയാവും. ഇനി എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും നമ്മുടെ സംസ്ഥാനം ഇപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കേസാണ് ഇപ്പം ഏറ്റവും വലിയ പ്രശ്നമായിട്ട് വരുന്നതാണ്. എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് ഇപ്പോഴേ ഒരു എന്താ പറയണ്ടേ, ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞ് ഇങ്ങനെയുള്ള കേസുകൾക്ക് ബലിയില്ലാതായിരിക്കുന്നത്. അവിടെ ഒരു സ്ത്രീയാണ് കാണാൻ പാടില്ലാത്ത സാഹചര്യത്തിൽ ഞാൻ കണ്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്താണ് നടന്നത്? ഒരു ഭാര്യയ്ക്ക് ഏറ്റവും കൂടുതൽ കാണാൻ പാടില്ലാത്ത സാഹചര്യം എന്ന് പറഞ്ഞാൽ പരസ്ത്രീ ബന്ധമാണ്. ആ പരസ്ത്രീ ബന്ധമാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആണോ? വേറെ എന്താണ് കാണാൻ കൊള്ളാത്ത നമുക്ക് മനസ്സിലാകുന്നില്ല. അപ്പോൾ ഇവരൊക്കെ എന്ന് പറഞ്ഞ് ഇനി നുണ പറഞ്ഞാണെങ്കിൽ ഒരു കാര്യം ചെയ്യണം, ആ സ്ത്രീക്കെതിരെ കേസെടുക്കണം. അവരെന്തിനാണെങ്കിലും നുണ പറഞ്ഞതെന്ന്. അപ്പോൾ ഏതായാലും അവർ തമ്മിൽ എന്ന് പറഞ്ഞാൽ കുടുംബങ്ങൾ ഇടപെട്ടിട്ട് നമ്മുടെ കോംപ്രമൈസ് ടീമുകളെല്ലാം പോയിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇനി എന്തിനാണ് ഈ ഒരു പ്രശ്നമാക്കുന്നത്, ഇനി അങ്ങ് നിർത്തിക്കൂടെ എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ഇത്ര എന്താ പറയേണ്ടത്, ആ സ്ത്രീയെയും എനിക്ക് പറയാനുണ്ട്. അതായത് ഈ ഗണേശന്റെ എല്ലാ കാര്യങ്ങളും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യാമിനി തങ്കച്ചി എന്ന് പറഞ്ഞാൽ ഇയാളുടെ ആദ്യ ഭാര്യ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ കേട്ടിട്ട് ഇയാൾ ഇങ്ങനെയാണ്, ഇയാൾ ഇങ്ങനെയുള്ളൊരു മനുഷ്യനാണ് എന്നൊക്കെ കേട്ടിട്ടും കൂടി അയാളുടെ അടുത്തേക്ക് പോയി അയാളെ എന്താ പറയേണ്ടത് വലിയ ഇതായിട്ട് സ്വീകരിച്ചു. എന്തിനാണെന്നോ അത്? അവരുടെ കയ്യിൽ ഞാൻ പറഞ്ഞ ഇഷ്ടംപോലെ പണവും കാര്യങ്ങളും എല്ലാം ഉണ്ട്, അവർക്ക് നല്ലൊരു ജോലിയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, അതുപോലെ വലിയ ബിസിനസ് കുടുംബത്തിലെ അംഗമാണ്. പിന്നെ എന്തിനാണ് അവരിങ്ങനെയുള്ള ആൾക്കാരെ കയറി പിടിച്ചത്? അതാണ് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇനി വേറെ സിനിമാ താരം എന്നുള്ള ഒരു പവർ കൊണ്ടാണോ, ഇനി മന്ത്രി എന്നുള്ള ഒരു പവർ കൊണ്ടാണോ എന്നൊന്നും നമുക്കറിയില്ല. എന്തൊക്കെ ആയിക്കഴിഞ്ഞാലും വളരെ മോശമായ കാര്യം തന്നെയാണ് നമ്മുടെ നാട്ടിൽ. ഒരിക്കലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നും അംഗീകരിച്ചു കൊടുക്കാൻ ഒരാളെ കൊണ്ട് കഴിയില്ല. അത്ര വളരെ മോശമായ കാര്യങ്ങളാണ് ഇപ്പോഴും ഈ 2-3 ദിവസമായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. പാവപ്പെട്ട ജനങ്ങൾ ഇവിടെ പിന്നെ എന്താ പറയുക ജീവിക്കാൻ വേണ്ടി കഷ്ടപ്പെടുമ്പോൾ ഇവിടെ ചില ആൾക്കാർ അവിടെ കിടന്നിട്ട് എന്ന് പറഞ്ഞാൽ സുഖിക്കുകയാണ്, ജനങ്ങളുടെ പൈസ കൊണ്ട് സുഖിക്കുകയാണ്. ജനങ്ങളുടെ പൈസ കൊണ്ട് ജനങ്ങളെ വെല്ലുവിളിക്കുകയാണ്. ഇന്നലെ ഗണേശൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇവിടെയുള്ള സഹോദരിമാരിൽ എനിക്ക് വോട്ട് ചെയ്യുന്നത്. അതായത് 500 പ്രണയമുണ്ട്, പ്രണയം ഇല്ലാത്തവൻ മനുഷ്യനല്ല പൊട്ടനാണെന്നൊക്കെ പറയാണ്. പിന്നെ ഭ്രാന്തന്മാർക്ക് വരെ മറ്റേ പോലീസിനെ വിളിക്കാമെന്നാണ് പറയുന്നത്. എന്തൊരു മനുഷ്യനാണ് അയാൾ? ഇങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോ? ഇനി എന്തൊക്കെ ആയിക്കഴിഞ്ഞാൽ ഇങ്ങനെ പറയാൻ പാടുണ്ടോ? എനിക്കൊരു തെറ്റ് പറ്റിപ്പോയി, ആ തെറ്റ് ഞാൻ തിരുത്തുന്നു, ഞാൻ രാജിവെക്കുന്നു, അതിൽ അന്തസ്സില്ലേ? അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞല്ലോ, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഒരു തീരുമാനം എടുക്കണം. കാരണം എന്താ വെച്ചാൽ LDF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് നമ്മുടെ പിന്നെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ താങ്ങേണ്ട ആവശ്യമോ അല്ലെങ്കിൽ ചുമക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ ഇപ്പോൾ അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു വലിയ ഒരു കൂടുതൽ സീറ്റ് ഇനിയും കൂടുതൽ കിട്ടുന്നേ എനിക്ക് പറയാനുള്ളൂ. കാരണം ഇത് കൂടുതലായി കഴിഞ്ഞ് ഇത് വഷളായിക്കൊണ്ടിരിക്കുകയായിരുന്നു. കാരണം ആ സ്ത്രീ ഇന്നലെ വന്നിട്ട് പറയുന്ന കാര്യങ്ങൾ എല്ലാവരും കേട്ടതാണ്. ഇന്നിപ്പോൾ അവർ പറഞ്ഞു എന്തിനാ മന്ത്രിസ്ഥാനം അവിടെ നിലനിർത്താനാണ്, വേറെയൊന്നുമല്ല. എങ്ങനെയെങ്കിലും ആ മന്ത്രിസ്ഥാനം നിലനിർത്തണം, അത്രയും ഉണ്ട്. ജനങ്ങളുടെ പൈസയല്ലേ, നല്ല ശമ്പളമല്ലേ, ജനങ്ങളുടെ പൈസ കൊണ്ട് നല്ല പുട്ടടിക്കാലാ, മനസ്സിലായ? ആരോട് പറയാൻ, ആര് കേൾക്കാൻ? എൻ്റെ ഈശ്വര ഭഗവാനെ, ആര് കേൾക്കാനാന്ന്? നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുകയെന്നല്ലാണ്ട് അല്ലേ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അവസ്ഥ തന്നെയായിരുന്നു നമ്മളെ മനുഷ്യന്മാർ അല്ലേ. നമ്മളെ ഇതൊക്കെ ഒരു അവസ്ഥ തന്നെയാന്ന് ഞാൻ പറയുള്ളൂ. എന്തൊരു മനുഷ്യന്മാർ. ഇതിലും നല്ലതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലർക്ക് ആലോചിക്കുമായിരുന്നു, ഇത് എന്തൊരു ജനാധിപത്യമാണ്, ഇതാണോ ജനാധിപത്യം എന്ന്. മനസ്സിലായി? ഒരു വിഭാഗം ആൾക്കാർക്ക് സൂഹിക്കാൻ വേണ്ടിയിട്ട് ഒരു വിഭാഗം ആൾക്കാർ പട്ടിണി കിടക്കുന്നു. ആരോട് പറയാൻ?